ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള ലാസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ. നമുക്കറിയാം, നമ്മൾ എയ്ത്തിൽ മോഷനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അതുപോലെ ഒന്ന് റെഫർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാവും. തന്നെയുമല്ല, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ മോഷൻ്റെ ഒരുപാട് തരം ടേംസ് പഠിച്ചു. ഏതൊക്കെയാണ്? ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി, അങ്ങനെ ഒരുപാട് തരം ടേംസുകൾ പഠിച്ചു അല്ലേ? മോഷനെ സംബന്ധിക്കുന്ന ടേംസുകൾ പഠിച്ചു. ടൈപ്പ് ഓഫ് മോഷൻസ് അറിയാം. ടൈപ്പ് ഓഫ് മോഷൻസ് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ മോഷൻസ് ഉണ്ട്, കർവ്ഡ്, ഇത് സർക്കുലർ മോഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻസ് ഉണ്ട്, കർവ്ഡ് ലൈൻ മോഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മോഷൻസുകളുണ്ടല്ലേ. അപ്പോൾ മോഷൻസ് എന്തുവാണ്? ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓവർ എ ടൈം. അത് സമയം കടന്നു പോകുന്നതിനനുസരിച്ച് ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റത്തിന് നമുക്ക് മോഷൻസ് എന്ന് പറയാം അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഈ മോഷൻസുകൾ ഉണ്ടാകുന്നത്, ഈ മോഷൻസിൻ്റെ കാരണങ്ങൾ എന്താണ്, പിന്നെ മോഷനെ സംബന്ധിക്കുന്ന കുറേ നിയമങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ പിക്ചറിൽ നോക്കൂ. ഈ പിക്ചറിൽ കുറേ ആക്ടിവിറ്റീസുകളാണ് തന്നേക്കുന്നത് അല്ലേ. അതായത് കുറേ പ്രവൃത്തികൾ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്ത് പ്രയോഗിക്കണം? ഒരു ഫോഴ്സ് പ്രയോഗിക്കണം അല്ലേ. ഒരു ഫോഴ്സ് പ്രയോഗിക്കണം ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നതിന്. അപ്പോൾ ഈ മോഷന് ഫോഴ്സുമായിട്ടൊക്കെ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് നമുക്ക് ഈ പിക്ചറിൽ നിന്ന് നോക്കുമ്പോൾ. നമുക്ക് അങ്ങോട്ട് പഠിച്ചു പോകുമ്പോൾ നോക്കാം ഈ പിക്ചറും ഈ മോഷനും ഫോഴ്സും തമ്മിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങളുണ്ടോ എന്ന്. Various situations associated with motion are depicted in the above picture. Look at the child catching the cricket ball. അപ്പോൾ ഒരുപാട് സിറ്റുവേഷൻസ് ആണ്, സാഹചര്യങ്ങളാണ്, മോഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളുടെ പിക്ചേഴ്സുകളാണ് ഇപ്പം നടി കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ലുക്ക് അറ്റ് ദ ചൈൽഡ് ക്യാച്ചിങ് ദ ക്രിക്കറ്റ് ബോൾ. ഒരു കുഞ്ഞ് ക്രിക്കറ്റ് ബോൾ പിടിക്കുന്നത് നോക്കിക്കേ. വൈൽ ക്യാച്ചിങ് ദ ബോൾ, ആ ക്രിക്കറ്റ് ബോൾ പിടിക്കുമ്പോൾ വൈ ഡിഡ് ദ ചൈൽഡ് മൂവ് ഹിസ് ഹാൻഡ് ബാക്ക്വേർഡ് അലോങ് വിത്ത് ദി ബോൾ. ബോൾ ഇങ്ങനെ ബാക്ക്വേർഡായിട്ടാണ് അത് പിടിക്കുന്നത്. ബാക്കിലോട്ട് കുറച്ച് കൈ ഇങ്ങനെ പോയിട്ട് അത് പിടിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? ബോൾ വരുമ്പോൾ ഇങ്ങനെ ബാക്കിലോട്ട് കൈവച്ച് പിടിക്കുക എന്നുള്ളത് ക്രിക്കറ്റുകാരുടെ ഇടയിൽ തന്നെ ഒരു കോമൺ പ്രാക്ടീസാണ്. അതെന്തുകൊണ്ടെന്നാൽ ബാൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങ് പിടിക്കുകയാണെങ്കിൽ അതിനെന്ത് സംഭവിക്കും? അത് എക്സേർട്ട് ചെയ്യുന്നൊരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിൻ്റെ ഫലമായിട്ട് നമ്മുടെ കയ്യിൽ പെയിൻ വരും, അതുപോലെ ഇഞ്ചുറിയും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹാൻഡ് ബാക്കിലേക്കാക്കി പിടിക്കുകയാണെങ്കിൽ ടൈം കൂടും. അപ്പോൾ ബോൾ നമ്മുടെ കയ്യിലോട്ട് വരാനുള്ള ടൈം കൂടുകയും അതിൻ്റെ മൊമെൻറ്റം ചേഞ്ച് ആവുകയും ചെയ്യും. അപ്പോൾ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കുറയും. അപ്പോൾ ഈ മൊമെൻറ്റം എന്നൊക്കെയുള്ളത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മൊമെൻറ്റം ഒക്കെ എന്താണെന്ന് മനസ്സിലാവും. ഇപ്പം ഞാനത് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അങ്ങോട്ട് പോകുമ്പോൾ നമുക്കത് പഠിക്കാം. മനസ്സിലായില്ല? ബോൾ ബാക്കിലോട്ട് പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ടൈമിന് കൂടും. അപ്പം നമ്മൾ ആ സാധാരണ വരുന്ന രീതിയിൽ ആ ബോൾ പിടിക്കുന്നതിനേക്കാളും സമയമായിരിക്കും ആ കുറച്ച് കൈ ബാക്കിലോട്ട് വെച്ചിട്ട് നമ്മൾ ആ ബോൾ പിടിക്കുമ്പോൾ. അപ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ ടൈം കൂടും. ടൈം കൂടുമ്പോൾ മൊമെൻറ്റം ചേഞ്ച് ആവും. അതിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കുറയും. അപ്പോൾ നമുക്ക് കയ്യിൽ ഇഞ്ചുറി ഉണ്ടാവാനോ പെയിൻ ഉണ്ടാവാനോ സാധ്യതയില്ല. പിടികിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ എഴുതേണ്ട ആൻസർ ടു റെഡ്യൂസ് ഇമ്പാക്റ്റ് ഫോഴ്സ് ആൻഡ് പ്രിവെൻറ്റ് ഇഞ്ചുറി. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നെക്സ്റ്റ് നോക്ക്. ഫിഗർ 3.1 ഒരു വടംവലിയാണ് നടക്കുന്നത് അല്ലേ. ബോയ്സ് ഒരു വശത്ത്, ഗേൾസ് ഒരു വശത്ത്. അപ്പോൾ ബോയ്സ് പ്രയോഗിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F2ഉം ഗേൾസ് പ്രയോഗിക്കുന്നത് F1ഉമാണ്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ് ഫോഴ്സ് പ്രയോഗിക്കുന്നത്. ഗേൾസ് ഫോഴ്സ് പ്രയോഗിക്കുന്നത് എങ്ങോട്ടാണ്? ലെഫ്റ്റ് സൈഡിലോട്ടും, ബോയ്സ് റൈറ്റ് സൈഡിലോട്ടും. അപ്പോൾ നോക്ക്, ക്വസ്റ്റ്യൻ നോക്ക്. ദ റോപ്പ് മൂവ്സ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ ഈവൻ ദോ ബോത്ത് ദ ടീംസ് ആർ അപ്ലൈയിങ് ഫോഴ്സ്. വൈ? അപ്പം രണ്ട് ടീമും അതിനകത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് കാണുമ്പോഴേ അറിയാം. ഗേൾസിൻ്റെ ടീം F1 ഫോഴ്സും ബോയ്സിൻ്റെ ടീം F2 ഫോഴ്സും ഓപ്പോസിറ്റ്ലി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈ റോപ്പ് ഗേൾസിൻ്റെ സൈഡിലോട്ടാണ് നീങ്ങുന്നത് അല്ലേ. നമുക്കറിയാം, മൂവ് ചെയ്യുന്നുണ്ടെന്നറിയാം. റിബൺ
ആ ഗേൾസിൻ്റെ സൈഡിലോട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ റോപ്പ് മൂവ് ചെയ്ത് ഗേൾസിൻ്റെ സൈഡിലോട്ട് പോകുന്നുണ്ടെന്നറിയാം. എന്തുകൊണ്ടാണ് ഈ ഒരു ഡയറക്ഷനിലോട്ട് മാത്രം ആ റോപ്പ് മൂവ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? ഗേൾസ് ആയിരിക്കും കൂടുതൽ ഫോഴ്സ് പ്രയോഗിച്ചത്. അതുകൊണ്ടാണല്ലോ ഗേൾസിൻ്റെ സൈഡിലോട്ട് ആ റോപ്പ് വന്നത്. ഈസ് ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ബോത്ത് ടീംസ് ആർ സെയിം? രണ്ട് ടീം സെയിം ഫോഴ്സാണോ അപ്ലൈ ചെയ്തേക്കുന്നത്? നോ. അങ്ങനെ സെയിം ഫോഴ്സാണ്, ഈക്വൽ ഫോഴ്സാണ് അപ്ലൈ ചെയ്തേക്കുന്നതെങ്കിൽ റോപ്പ് അവിടെ നിന്ന് അനങ്ങില്ലല്ലോ. ആ റോപ്പ് ആ നടുക്ക് തന്നെ നിൽക്കും. അതായത് ആ റിബൺ കെട്ടിയിരിക്കുന്നത് ആ നടുക്ക് തന്നെ നിൽക്കും. പക്ഷേ ഈ റോപ്പ് എങ്ങോട്ടാണ് പോകുന്നത്? ഗേൾസിൻ്റെ സൈഡിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗേൾസ് അതിനകത്ത് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. വിച്ച് ടീം അപ്ലൈഡ് മോർ ഫോഴ്സ്? ഏത് ടീമായിരിക്കും? ഗേൾസിൻ്റെ ടീം അല്ലേ. വാസൻ്റ് ഇറ്റ് ദ എക്സസ് ഫോഴ്സ് ദാറ്റ് കോസ്ഡ് ദ മോഷൻ? കൂടുതലായി അനുഭവപ്പെട്ട ബലമല്ലേ ചലനമുണ്ടാക്കിയത്? യെസ്. അതെന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഗേൾസിൻ്റെ ടീം പ്രയോഗിക്കുന്നതും ബോയ്സിൻ്റെ ടീം പ്രയോഗിക്കുന്നതും സെയിം ബലമാണെങ്കിൽ, ഈക്വൽ ബലമാണെങ്കിൽ ആ റോപ്പ് അനങ്ങില്ല, അത് അവിടെ തന്നെ ഇരിക്കും അല്ലേ. കാരണം അത് ബാലൻസ്ഡ് ഫോഴ്സാണ്. പക്ഷേ ഗേൾസിൻ്റെ ടീം കൂടുതൽ ഫോഴ്സ് പ്രയോഗിച്ചത് കൊണ്ടാണ് ഗേൾസിൻ്റെ സൈഡിലോട്ട് ആ റോപ്പ് നീങ്ങിയത്. അതുകൊണ്ട് തന്നെ അത് അൺബാലൻസ്ഡ് ഫോഴ്സാണ് അല്ലേ. അൺബാലൻസ്ഡ്, അതുകൊണ്ടാണ് ഇതിന് ചലനവും സംഭവിച്ചത്. അപ്പോൾ അൺബാലൻസ്ഡ് ഫോഴ്സിന് മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഒരു സാധനത്തിനെ ചലിപ്പിക്കുവാനോ അതുപോലെ തന്നെ നിർത്തുവാനോ അൺബാലൻസ്ഡ് ഫോഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഈ ചലിപ്പിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഡയറക്ഷൻ മാറ്റമായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ആയിരിക്കാം. ഇവിടെ ഈ വടംവലിയുടെ കേസ് എടുക്കുമ്പോൾ ഇപ്പോൾ റോപ്പിലൂടെ ചലനം സംഭവിച്ചു, അതുകൊണ്ട് തന്നെ അത് അൺബാലൻസ്ഡ് ഫോഴ്സാണ്. പിടി കിട്ടിയല്ലോ. പക്ഷേ റോപ്പ് ചലിച്ചില്ലെങ്കിൽ അവിടെ ബാലൻസ്ഡ് ഫോഴ്സാണ്. ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ടീമും പ്രയോഗിച്ചത് സെയിം ഫോഴ്സാണ്. ഒരു ടീം 500 ന്യൂട്ടണാണ് പ്രയോഗിച്ചതെങ്കിൽ മറ്റേ ടീമും 500 ന്യൂട്ടൺ പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കും? അവിടെ ബാലൻസ്ഡ് ഫോഴ്സാണ്, രണ്ടും സെയിം ഫോഴ്സാണ് പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ആ റോപ്പിന് സ്ഥാനമാറ്റം സംഭവിക്കത്തില്ല. പക്ഷേ നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ഇപ്പോൾ 500 ആയാലും 200 ആയാലും അത് പ്രയോഗിക്കുന്ന ആ ഫോഴ്സിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അളവുണ്ട്. അതുപോലെ തന്നെ ഒരു ഡയറക്ഷനും ഉണ്ട്. ഏത് ഡയറക്ഷനിലോട്ടാണ് ഫോഴ്സ് പ്രയോഗിക്കുന്നത് എന്നുള്ളൊരു ഡയറക്ഷനുണ്ട്. അപ്പം നേരെ ഇരിക്കുന്നൊരു സാധനം ചരിയണമെങ്കിൽ നമ്മൾ ആ ഭാഗത്തോട്ട് ഫോഴ്സ് പ്രയോഗിച്ചാൽ അത് നേരെ പോകുന്നൊരു സാധനം ഡയറക്ഷൻ മാറിപ്പോവും. അപ്പോൾ അതിനൊരു ഡയറക്ഷനുണ്ട്, അതുപോലെ തന്നെ അതിന് ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്. ഇതിപ്പം ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞു തരാനുള്ള കാരണം, ഒരു അൺബാലൻസ്ഡ് ഫോഴ്സിന് മാത്രമേ ഒരു സാധനത്തെ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ പഠിക്കാനാണ്. ബാലൻസ്ഡ് ഫോഴ്സിന് ഒരു സാധനത്തെ ചലിപ്പിക്കുവാനോ സ്റ്റോപ്പ് ചെയ്യാനോ സാധിക്കുകയില്ല. അതുപോലെ തന്നെ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന് മാത്രമേ, അതായത് പുറത്തുനിന്നുണ്ടാകുന്ന ഫോഴ്സിന് മാത്രമേ ഒരു സാധനത്തെ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ അത് പഠിക്കും. അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് ആ ബേസിക് ആ അൺബാലൻസ്ഡ് ഫോഴ്സിൻ്റെ കാര്യത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഇവിടെ ഈ ഒരു പിക്ചറിൻ്റെ കേസ് എടുക്കുമ്പോൾ ഇതൊരു അൺബാലൻസ്ഡ് ഫോഴ്സാണ്. അതുകൊണ്ട് തന്നെയാണ് വടം ഗേൾസിൻ്റെ സൈഡിലോട്ട് പോകുന്നതും ഗേൾസ് F1 എന്ന് പറയുന്നത് ഒരു വിന്നിങ് ടീമായി മാറുന്നതും. പിടി കിട്ടിയല്ലോ. ഹിയർ F1 ഈസ് ആക്ടിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വിന്നിങ് ടീം. നമുക്ക് കാണുമ്പോഴേ അറിയാം F1 എന്ന് പറയുന്നത് വിന്നിങ് ടീമിലോട്ടാണ് അല്ലേ. ഡയറക്ഷൻ എന്ന് പറയുന്നത് വിന്നിങ് ടീമിലോട്ടാണ്. F2 ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. F2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ്. ഇഫ് സോ ദ എഫക്റ്റീവ് ഫോഴ്സ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ വിന്നിങ് ടീം. എഫക്റ്റീവ് ഫോഴ്സ് വരുന്നത്, പരിണിത ഫലം വരുന്നത് ആരുടെ സ്ഥലത്തോട്ടാണ്? അതായത് വിന്നിങ് ടീമിൻ്റെ സ്ഥലത്തോട്ടാണ്. അപ്പോൾ പരിണിത ഫലം, അതായത് എഫക്റ്റീവ് ഫോഴ്സ് എന്തുവാണെന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു സമയം ഇത് മനസ്സിലാക്കാൻ വെച്ചിട്ട് പാടാണ്. ഇഫ് ഫോഴ്സ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ ഈസ് കൺസിഡേർഡ് ആസ് പോസിറ്റീവ്. അപ്പം നമുക്ക് ഏത് ഡയറക്ഷനാണോ പോസിറ്റീവ് കൊടുക്കേണ്ടത്, ഏത് ഡയറക്ഷനിലാണോ നെഗറ്റീവ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടുള്ളത് പോസിറ്റീവ് കൊടുക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് നെഗറ്റീവ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അത് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ. അതെന്തുവാണെന്ന് വെച്ചാൽ അത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നമ്മൾ ആക്സിലറേഷനിലും അത് പഠിച്ചതാണ്. ആക്സിലറേഷൻ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതുകൊണ്ട് അതിൽ നെഗറ്റീവ് വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ചോയ്സാണ് ഏത് ഡയറക്ഷനിൽ
പോസിറ്റീവ് കൊടുക്കണം, ഏത് ഡയറക്ഷനിൽ നെഗറ്റീവ് കൊടുക്കണമെന്ന്. ക്വസ്റ്റ്യനകത്ത് ഇന്ന സ്ഥലത്ത് പോസിറ്റീവാണ്, ഈ സ്ഥലം നെഗറ്റീവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. പക്ഷേ ഈ പിക്ചറിലുള്ള ഈ വടംവലിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ എഫക്റ്റീവ് ഫോഴ്സ് വരുന്നത് വിന്നിംഗ് ടീമിൻ്റെ സൈഡിലോട്ടാണ്, ഗേൾസിൻ്റെ സൈഡിലോട്ടാണ് വരുന്നത്. അതാണ്ട് ഇവിടെ ഒരു ബോക്സിൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഓർ എഫക്റ്റീവ് ഫോഴ്സ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് മനസ്സിലാവുമ്പോൾ ആ ഒരു എഫക്റ്റീവ് ഫോഴ്സ് മനസ്സിലാവും നിങ്ങൾക്ക്. വെൻ മോർ ദാൻ വൺ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജക്റ്റ് അറ്റ് ദ സെയിം ടൈം the sum of the force acting on the object will be the effective or resultant force. More than one force is applied on an object at the same time. ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ഫോഴ്സ് ഓരോ ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ നമ്മൾ വടംവലിയുടെ കേസിലെടുക്കുമ്പോൾ മോർ ദാൻ വൺ ഫോഴ്സാണ് ഓരോ ഒബ്ജക്റ്റിൽ ആ റോപ്പിൽ അപ്ലൈ ചെയ്യുന്നത്. കാരണം ഗേൾസിൻ്റെ അത്രയും എണ്ണത്തിൻ്റെ ഫോഴ്സ് ഉണ്ട്, ബോയ്സിൻ്റെ അത്രയും എണ്ണത്തിൻ്റെ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ മോർ ദാൻ വൺ ഫോഴ്സ് എന്ന് ഒന്നിൽ കൂടുതൽ ഫോഴ്സാണ് ആ ഒരു റോപ്പിൽ, ആ ഒരു ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്യുന്നത് ഒരേ സമയം. ദ സം ഓഫ് ദി ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഒബ്ജക്റ്റ് വിൽ ബി ദ ഇഫക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ ആ അതിനകത്ത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സുകളുടെ എല്ലാം സമ്മാണ് എന്തെന്ന് പറയുന്നത്, അതിലെ ഇഫക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഗേൾസ് പ്രയോഗിക്കുന്ന ഫോഴ്സും ബോയ്സ് പ്രയോഗിക്കുന്ന ഫോഴ്സിൻ്റെയും സമ്മാണ്, ആകത്തുകയാണ് അതിനകത്തെ ഇഫക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ആകത്തുക എന്ന് പറയുന്നത് വിന്നിംഗ് ടീമിൻ്റെ ഡയറക്ഷനിലോട്ടുമായിരിക്കും. പിടികിട്ടിയല്ലോ. വാട്ട് വിൽ ബി ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഇഫ് 100 Newton ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഇൻ ദ ഈസ്റ്റ് ഡയറക്ഷൻ ആൻഡ് 150 Newton ഫോഴ്സ് ഇൻ ദ വെസ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഓർ എഫക്റ്റീവ് ഫോഴ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇതൊരു ഒബ്ജക്റ്റ്, അതിൽ 100 Newton ഫോഴ്സ് അപ്ലൈ ചെയ്തേക്കുന്നത് എവിടെ നിന്നാണ്? ഈസ്റ്റിൽ നിന്നും അപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ 150 Newton വെസ്റ്റിൽ നിന്നും അപ്ലൈ ചെയ്തു. അപ്പം നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ തന്നെ അതിന് ഒരു ഡയറക്ഷനും ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അളവ്. അപ്പോൾ 150 Newton എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ന്യൂട്ടൺ എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ 150 ഫോഴ്സ് ഇങ്ങോട്ടും 100 ഫോഴ്സ് ഇങ്ങോട്ടും ആ ഒബ്ജക്റ്റിൽ, അപ്പോൾ ഓപ്പോസിറ്റ് ആയാലോ, ഇങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഫോഴ്സാണ്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ്. ഓപ്പോസിറ്റ് സൈഡിൽ ഇതിൽ ആക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും, ഈ രണ്ട് ഫോഴ്സിൻ്റെയും ആകെ തുകയാണ് അതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഓർ എഫക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 150 Newtonഉം അതുപോലെ തന്നെ 100 Newtonഉം. അപ്പോൾ ഒരു വശത്തോട്ട് പോകുന്നത് മൈനസും ഒരു വശത്തോട്ട് പോകുന്ന പോസിറ്റീവുമായിരിക്കും. ഏത് മൈനസ് എടുക്കണം ഏത് പോസിറ്റീവ് എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ലെഫ്റ്റിലുള്ളത് വേണമെങ്കിൽ എടുക്കാം, റൈറ്റിലുള്ളത് എടുക്കാം. പക്ഷേ ഇവിടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് മൈനസും പ്ലസും ഇവിടെ തന്നിട്ടുണ്ട്, അതായത് പോസിറ്റീവും നെഗറ്റീവും ഇവിടെ തന്നിട്ടുണ്ട്. ഈസ്റ്റ് ഡയറക്ഷനിലുള്ളത് പോസിറ്റീവും അതുപോലെ തന്നെ വെസ്റ്റ് ഡയറക്ഷനിലുള്ളത് നെഗറ്റീവുമായിട്ട് എടുക്കാനാണ് ഇവിടെ ടെക്സ്റ്റിൽ തന്നേക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഇൻ ദ റിവേഴ്സ് ഓർഡർ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തിരിച്ചും എടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വശം പോസിറ്റീവ് എടുത്താൽ മറ്റേ വശം നെഗറ്റീവ് എടുക്കുക, അത്രയേ ഉള്ളൂ. കാരണം അത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് ഫോഴ്സ്, അത്രയേ ഉള്ളൂ. അത് നമ്മൾ റിസൾട്ടൻറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ എഫക്റ്റീവ് ഫോഴ്സ് എന്താണെന്ന് പഠിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണം. അപ്പോൾ മേലത്തെ പാരഗ്രാഫിൽ ഞാൻ പറഞ്ഞു, അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്താണെന്ന് മനസ്സിലാവും. റിസൾട്ടൻറ്റ് ഫോഴ്സ് എപ്പോഴും വിന്നിംഗ് ടീമിൻ്റെ സൈഡിലോട്ടായിരിക്കും എന്നും പറഞ്ഞു. നോക്കാം നമുക്ക്. ശ്രദ്ധിച്ചിരുന്നോണം, ഇതുപോലത്തെ കണക്ക് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം റിസൾട്ടൻറ്റ് ഫോഴ്സ് ആണ് എഫക്റ്റീവ് ഫോഴ്സ് എങ്ങനെ കാണപ്പെടുന്ന ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ പ്രയോഗിക്കുന്ന ഒന്നിലധികം ഫോഴ്സിൻ്റെ ആകെ തുകയാണ്. തുകയെ സം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും കൂടെ കൂട്ടുന്നത്. വേറൊന്നും അല്ല, അതിനകത്ത് പ്രയോഗിക്കുന്ന ആ ഒബ്ജക്റ്റിൽ പ്രയോഗിക്കുന്ന ആ രണ്ട് ഫോഴ്സ് തമ്മിൽ കൂട്ടുന്ന തുകയാണ് അതിൻ്റെ എഫക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വസ്തുവിൽ പ്രയോഗിച്ചേക്കുന്ന 150 Newtonഉം അത് മൈനസാണ്, 100 Newton അത് പ്ലസ് ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടിയെടുക്കുന്നതാണ് അതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. 100 Newton പ്ലസ് മൈനസ് 150 Newton. നമുക്കറിയാം പ്ലസും മൈനസും കൂടെ കൂട്ടാൻ വേണ്ടി ചെറുതിൽ നിന്നും വലുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക. പ്ലസും മൈനസും വന്നാൽ എങ്ങനെയാണ് അതിൻ്റെ സമ്മ് കണ്ടെത്തുന്നതെന്ന് നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടണം. ഇപ്പം വലുതിവിടെ ഏതാണ്? 150 ആണ്. 150യിൽ നിന്നും 100 കുറച്ചിട്ട് 150യുടെ ചിഹ്നം ഇടണം. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സമ്മ് കാണുന്നത്. രണ്ടും വിരുദ്ധ സൈൻ ആണെങ്കിൽ, അതായത് പ്ലസും മൈനസും ആണെങ്കിൽ.
ഇവിടെ നെഗറ്റീവും പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ 150 നിന്ന് 100 കുറയ്ക്കുമ്പോൾ നമ്മൾക്ക് എത്ര കിട്ടും? 50 കിട്ടും, 50 കിട്ടും. ചിഹ്നം ഏതാണ് ഇടേണ്ടത്? വലുതിൻ്റെ ചിഹ്നം ഇടണം. വലുത് ഏതാണ്? 150 ആണ്. അതിൻ്റെ ചിഹ്നം മൈനസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -150 ന്യൂട്ടണാണ് ഇതിനകത്തെ ഇഫക്റ്റീവ് ഫോഴ്സ് ഓർ റിസൾട്ടൻ്റ് ഫോഴ്സ്. പിടികിട്ടിയല്ലോ? റിസൾട്ടൻ്റ് ഫോഴ്സ് ഏത് ഭാഗത്തോട്ടായിരിക്കും വരുന്നത്? അപ്പം അത് പടിഞ്ഞാറ് ദിശയിലോട്ടായിരിക്കും വരുന്നത് അല്ലേ? കാരണം മൈനസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ -150 എടുത്ത ആ ഭാഗത്തോട്ടാണ് റിസൾട്ടൻ്റ് ഫോഴ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ വെസ്റ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും എന്ത് വരുന്നത്? ടുവേർഡ്സ് ദി വെസ്റ്റിലോട്ടായിരിക്കും റിസൾട്ടൻ്റ് ഫോഴ്സ് വരുന്നത്. ഇപ്പം മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക്. ഇവിടെ നമ്മൾ വടംവലിയുടെ കേസ് എടുക്കുമ്പോൾ ഗേൾസിൻ്റെ സൈഡിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് നമുക്ക് ഒരു 500 ന്യൂട്ടനും, ബോയ്സിൻ്റെ സൈഡിൽ പ്രയോഗിക്കുന്നത് ഫോഴ്സ് നമുക്കൊരു 400 ന്യൂട്ടണും കൊടുക്കാം. അന്നേരം ഇതിൻ്റെ ഈ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഗേൾസിൻ്റെ സൈഡിലെ ഫോഴ്സും ബോയ്സിൻ്റെ സൈഡിലെ ഫോഴ്സും കൂട്ടിയിട്ട് അതിനകത്ത് നിന്ന് കിട്ടുന്നതാണ് റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും മൈനസ് ആണ് ആകുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ബോയ്സിൻ്റെ സൈഡിലുള്ള ഫോഴ്സ്, അതായത് 400 ന്യൂട്ടനെ നമുക്ക് മൈനസ് കൊടുക്കാം, -400 ന്യൂട്ടൺ എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ സം എടുക്കണം, ഇതിൻ്റെ സം എടുക്കണം. നമുക്കറിയാമല്ലോ. അപ്പോൾ 1 പ്ലസും 1 മൈനസും ആണ്. കാരണം 1 പ്ലസും 1 മൈനസുവേ ആവുള്ളൂ. കാരണം ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് അപ്പം ഇവിടെ എന്ത് സംഭവിക്കും? ഈ മൈനസും പ്ലസും കൂടെ സമ്മ് നമ്മൾ എടുക്കുമ്പോൾ, മൈനസും പ്ലസും സമ്മ് ചെയ്യാൻ അറിയാമല്ലോ. വലുതിനെ ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടണം. അപ്പോൾ 500 ന്യൂട്ടൻ്റെയും 400 ന്യൂട്ടൻ്റെയും സമ്മ് നമ്മൾ എടുക്കുമ്പോൾ 100 ന്യൂട്ടൺ ആണ് കിട്ടുന്നത്. അറിയാമല്ലോ സമ്മ് എടുക്കാൻ. വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക, വിരുദ്ധ സൈൻ ആണെങ്കിൽ. അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് 100 ന്യൂട്ടണാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 100 ന്യൂട്ടണാണ് അവിടെ പ്രയോഗിച്ച റിസൾട്ടൻ്റ് ഫോഴ്സ്. അപ്പോൾ ഗേൾസിൻ്റെ സൈഡിലോട്ടായിരിക്കും, അപ്പോൾ വിന്നിങ് ടീമിൻ്റെ സൈഡിലായിരിക്കും ആ റിസൾട്ടൻ്റ് ഫോഴ്സ് വരുന്നത്. മനസ്സിലായി കാണുമല്ലോ. കാരണം ഇവിടെ ഗേൾസിൻ്റെ സൈഡിലാണ് പോസിറ്റീവ് അല്ലേ? 500 ന്യൂട്ടണാണ് പോസിറ്റീവ് നമ്മൾ ഇട്ട് കൊടുത്തത്. അപ്പം നമ്മൾ നെഗറ്റീവ് അല്ലല്ലോ നമുക്ക് കിട്ടിയത്. നമ്മളതിൻ്റെ സമ്മെടുത്തപ്പോൾ പോസിറ്റീവ് 100 ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ വിന്നിങ് ടീമായിട്ടുള്ള ഗേൾസിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ F1 സൈഡിലായിരിക്കും ആ എഫക്റ്റീവ് ഫോഴ്സ് വരുന്നത് ഓർ റിസൾട്ടൻ്റ് ഫോഴ്സ് വരുന്നത്. പിടികിട്ടിയല്ലോ? ആ പാരഗ്രാഫ് ഞാൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫക്റ്റീവ് ഫോഴ്സ് ഓർ റിസൾട്ടൻ്റ് ഫോഴ്സ് പഠിപ്പിക്കുന്ന സമയത്ത് ഞാനത് പറഞ്ഞു തരാമെന്ന്. അപ്പം മനസ്സിലായി കാണുമല്ലോ. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അത് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് കുറേ പിക്ചേഴ്സുകളുണ്ട്. ആദ്യത്തെ പിക്ചർ നോക്ക്. ആദ്യത്തെ പിക്ചറിൽ 150 ന്യൂട്ടൺ വലത്തോട്ടാണ് പ്രയോഗിക്കുന്നത്. രണ്ടാമത്തെ പിക്ചറിൽ 150 ന്യൂട്ടൺ വലത്തോട്ടും 150 ന്യൂട്ടൺ ഇടത്തോട്ടും പ്രയോഗിക്കുന്നുണ്ട്. മൂന്നാമത്തെ പിക്ചറിൽ 150 ന്യൂട്ടൺ വലത്തോട്ടും 120 ന്യൂട്ടൺ ഇടത്തോട്ടും പ്രയോഗിക്കുന്നുണ്ട്. നാലാമത്തെ പിക്ചറിൽ ഇടത്തോട്ടാണ് 300 ന്യൂട്ടൺ ഇടത്തോട്ടാണ്, വലിക്കുകയാണ്, ഇടത്തോട്ടാണ്. ആരോ കിടക്കുന്നത് ശ്രദ്ധിക്കണം, ഇടത്തോട്ടാണ് പ്രയോഗിക്കുന്നത്. അഞ്ചാമത്തെ പിക്ചറിൽ ഇടത്തോട്ടാണ് പ്രയോഗിക്കുന്നത്, കാരണം ആരോ നോക്കണം എങ്ങോട്ടാണെന്ന്. 200 ന്യൂട്ടൺ. അടുത്ത പിക്ചറിൽ ഏതാണ്? 200 ന്യൂട്ടൺ ഇടത്തോട്ടും 200 ന്യൂട്ടൺ വലത്തോട്ടുമാണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ ഈ പിക്ചർ നന്നായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം ഇവിടെ ഒരു ടേബിളുണ്ട്, ആ ടേബിൾ ഫില്ല് ചെയ്യാനാണ്. ഫസ്റ്റ് പിക്ചർ നോക്കൂ. ഫസ്റ്റ് പിക്ചറിൽ 150 ന്യൂട്ടൺ വലത്തോട്ടാണ് പ്രയോഗിക്കുന്നത്. 150 ന്യൂട്ടൺ വലത്തോട്ട് പ്രയോഗിക്കുമ്പോൾ അതേതാണ്? F1 ആണ്. നമുക്ക് F1 ആയിട്ട് എടുക്കാം, വലത്തോട്ട് പ്രയോഗിക്കുന്നത്. അപ്പോൾ F1 ആണ്. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതിന് മാഗ്നിറ്റ്യൂഡുണ്ട്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ 150 ന്യൂട്ടൺ അല്ലെങ്കിൽ 200 ന്യൂട്ടൺ എന്നൊക്കെ പറയുന്നത്. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ യൂണിറ്റ്, ഫോഴ്സിൻ്റെ യൂണിറ്റ്. അപ്പോൾ വലത്തോട്ടുള്ളത് പോസിറ്റീവും ഇടത്തോട്ടുള്ളത് നെഗറ്റീവുമായിട്ട് നമുക്കത് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. നമ്മുടെ ചോയ്സാണ് വലത്തോട്ടുള്ളത് പോസിറ്റീവ് എടുക്കണോ ഇടത്തോട്ടുള്ളത് നെഗറ്റീവ് എടുക്കണോ എന്നുള്ളത്. അപ്പോൾ വലത്തോട്ടുള്ളത് പോസിറ്റീവ് എടുത്താൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണേ. അപ്പോൾ വലത്തോട്ടുള്ളത് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്താൽ, അതായത് F1 നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുമ്പോൾ F2 ഇപ്പോൾ ഇടത്തോട്ടുള്ളതാണ്, അത് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കുന്നു. F1 എന്ന് പറയുന്നത് 150 എടുക്കാം. അപ്പോൾ F2 ഉണ്ടോ? ഇല്ല. ഇടത്തോട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അത് നമുക്ക് 0 ആയിട്ട് എടുക്കാം. അപ്പോൾ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫോഴ്സിൻ്റെയും സമ്മാണ്. അപ്പോൾ 150 + 0 എന്ന് പറയുന്നത് 150
തന്നെയാണ്. അപ്പോൾ അതാണ് റിസൾട്ടൻറ്റ് ഫോഴ്സ്. അപ്പോൾ എങ്ങോട്ടായിരിക്കും അത് നീങ്ങുന്നത്? വലത്തോട്ടാണ് അവർ തള്ളുന്നത്, അതുകൊണ്ട് തന്നെ അത് വലത്തോട്ടായിരിക്കും നീങ്ങുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ അറിയാം? ടുവേർഡ്സ് ദി റൈറ്റ് അല്ലേ, വലത്തോട്ടായിരിക്കും അത് നീങ്ങുന്നത്. രണ്ടാമത്തെ പിക്ചറിൽ വലത്തു നിന്നും 150 ന്യൂട്ടനാണ്, ഇടത്തു നിന്നും 150 ന്യൂട്ടൺ തന്നെയാണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന് നമുക്ക് പ്ലസും ഒന്ന് മൈനസും ആയിട്ട് എടുക്കണം. വലതുവശത്തോട്ട് നീങ്ങുന്നത് പ്ലസും ഇടതുവശത്തോട്ട് നീങ്ങുന്നത് മൈനസുമായിട്ടാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ വലതുവശത്തോട് 150 പ്ലസും 150 മൈനസും, F2 മൈനസും. അപ്പം പ്ലസും മൈനസും കൂടെ ക്യാൻസലായിപ്പോയി 0 വരും. അവിടെ ചലനം നടക്കുന്നുണ്ടോ? ഇല്ല. അത് അവർ പ്രയോഗിക്കുന്നത് എന്താണ്? ബാലൻസ്ഡ് ഫോഴ്സാണ്. അതുകൊണ്ടാണ് അവിടെ ചലനം നടക്കാത്തത്. ശ്രദ്ധിച്ചോണേ, ബാലൻസ്ഡ് ഫോഴ്സാണ് അവരുടെ പ്രയോഗിക്കുന്നത് കൊണ്ട് ചലനം നടക്കുന്നില്ല. കാരണം അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും പ്രയോഗിക്കുന്ന ഫോഴ്സ് ഈക്വൽ ഫോഴ്സാണ്. 150 ഫോഴ്സ് അല്ലേ. അപ്പോൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഈക്വൽ ഫോഴ്സ് പ്രയോഗിച്ചാൽ അവിടെ ചലനം നടക്കുമോ? മോഷൻ നടക്കില്ല. അതുകൊണ്ടാണ് റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആയി മാറിയത്. തിരിഞ്ഞു പോകരുത്, ശ്രദ്ധിച്ചിരുന്നോണം. നെക്സ്റ്റ് നോക്ക്, മൂന്നാമത്തത് ഒരാൾ വലത്തോട്ട് പ്രയോഗിക്കുന്നത് 150 ന്യൂട്ടനും ഇടത്തോട്ട് പ്രയോഗിക്കുന്നത് 120 ന്യൂട്ടണുമാണ്. അപ്പം F1 എന്ന് പറയുന്നത് 150യും F2 എന്ന് പറയുന്നത് -120യുമാണ്. ഒന്ന് ഓപ്പോസിറ്റ് വരുന്നത് എന്തായാലും മൈനസ് ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ അതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് എങ്ങനെയാണ്? രണ്ടും കൂടെ സമ്മ് ചെയ്യുന്നത്. രണ്ടും കൂടെ സമ്മ് ചെയ്യുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടണം. ഇവിടെ വലുത് പ്ലസ് ആണ്, അതുകൊണ്ട് തന്നെ +30 ആണ്. 30 ന്യൂട്ടണാണ്. എങ്ങോട്ടാണ്? പ്ലസ് ആണ്. അപ്പോൾ അതെങ്ങോട്ടാണ്? വലത്തോട്ടാണ് അല്ലേ. പോസിറ്റീവ് നമ്മൾ എടുത്തേക്കുന്നത് വലത്തോട്ടാണ്. അപ്പോൾ ടുവേർഡ്സ് ദ റൈറ്റിലോട്ടായിരിക്കും അത് നീങ്ങുന്നത്. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് പിക്ചർ ഇടത്തോട്ടുള്ളതാണ്. ഇടത്തോട്ട് എങ്ങനെയാണ് പോകുന്നത്? ലെഫ്റ്റിലോട്ട് 300 ന്യൂട്ടണാണ്. അപ്പോൾ ഇടത്തോട്ട് നമ്മൾ എടുത്തേക്കുന്നത് എങ്ങനെ? ലെഫ്റ്റിലോട്ട് എടുത്തേക്കുന്നത് മൈനസ്. അതുകൊണ്ട് തന്നെ F2 ഫോഴ്സാണ് ഇവിടെ. F2 ആണ് ഇവിടെ വരുന്നത്. അതായത് നാലാമത്തെ പിക്ചറിൽ F2 ആണ് വരുന്നത്. F2 എന്ന് പറയുന്നത് -300, മൈനസ് ആണല്ലോ അത്. അപ്പോൾ F1 എന്നുള്ളത് 0 ആണ്, അവിടെ ഇല്ല അല്ലേ. വലത്തോട്ട് അവിടെ ആരും ഫോഴ്സ് പ്രയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ 0 എന്നെടുക്കണം. അപ്പോൾ 0യും -300ഉം കൂടെ നമ്മൾ സമ്മ് ചെയ്യുമ്പോൾ -300 കിട്ടും. അപ്പോൾ റിസൾട്ടൻ്റ് ഫോഴ്സ് എങ്ങനെയാണ്? ടുവേർഡ്സ് ദി ലെഫ്റ്റ് അല്ലയോ, ഇടത്തോട്ടാണ് പോകുന്നത്. നെക്സ്റ്റും ഇടത്തോട്ട് തന്നെയാണ്. എത്രയാണ്? 200 ന്യൂട്ടൺ. നമുക്കതറിയാം ഇടത്തോട്ട് മൈനസ് ആണെന്ന്. അപ്പോൾ വലത്തോട്ട് 0 ആണ്. അവിടെ വലത്തോട്ട് പുഷ് ചെയ്യാനോ പുള്ളേനൊന്നും ആരുമില്ല, അതുകൊണ്ട് തന്നെ 0 ആണ്. അപ്പോൾ 0 -200 വരുമ്പോൾ എത്ര കിട്ടും? -200 കിട്ടും. എങ്ങോട്ടായിരിക്കും? ടുവേർഡ്സ് ദി ലെഫ്റ്റിലോട്ടായിരിക്കും അല്ലേ. മൈനസ് നമ്മൾ ലെഫ്റ്റിലോട്ടാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ റിസൾട്ടൻ്റ് ഫോഴ്സ് ലെഫ്റ്റിലോട്ടായിരിക്കും. ആറാമത്തെ പിക്ചർ നോക്ക്. ലെഫ്റ്റിൽ നിന്നും പുള്ളി ചെയ്യുകയാണ്, അങ്ങോട്ടും പുള്ളി ചെയ്യുന്നു, ഇപ്പുറത്തൊന്നും പുള്ളി ചെയ്യുന്നു, വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വലിക്കുമ്പോൾ അത് രണ്ടും 200 ന്യൂട്ടൺ, അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും എത്രയാണ് വരുന്നത്? 200 ന്യൂട്ടൺ തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പം നോക്ക്, നമുക്ക് ചെയ്തിട്ട് പറയാം. അത് ലെഫ്റ്റിലും റൈറ്റിലും 200 ന്യൂട്ടൺ തന്നെയാണ് വരുന്നത്. അപ്പം നമ്മൾ ലെഫ്റ്റിലാണ് മൈനസ് എടുത്തത്, നെഗറ്റീവ് എടുത്തത്, അതുകൊണ്ട് തന്നെ റൈറ്റിൽ പോസിറ്റീവുമാണ്. അപ്പം ഇവിടെ നമ്മൾ F1 എടുത്തേക്കുന്നത് റൈറ്റ് സൈഡാണ്, F2 ലെഫ്റ്റ് സൈഡുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലാണ് അവിടെ പോസിറ്റീവ് വന്നേക്കുന്നത്, ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവുമാണ് വന്നേക്കുന്നത്. അപ്പോൾ അവിടെ രണ്ട് സ്ഥലത്ത് നമുക്ക് 200 എഴുതി കൊടുക്കാം. റൈറ്റിലുള്ളത് പ്ലസും ലെഫ്റ്റിലുള്ളത് -200ഉമാണ്. 200 200 ക്യാൻസലായി പോയി കഴിഞ്ഞാൽ ബാലൻസ് എത്ര കിട്ടും? 0 അല്ലേ. 0 ആയിരിക്കും അവിടുത്തെ റിസൾട്ടൻ്റ് ഫോഴ്സ്. അപ്പോൾ 0 ആകുമ്പോഴത്തേക്ക് അവിടെ ഈ ഒബ്ജക്റ്റിന് ചലനം നടക്കുന്നുണ്ടോ? ഇല്ല. അവിടെ ബാലൻസ്ഡ് ഫോഴ്സാണല്ലേ. അപ്പുറവും ഇപ്പുറവും പ്രയോഗിക്കുന്നത് ഈക്വൽ ഫോഴ്സാണ്, ബാലൻസ്ഡ് ഫോഴ്സാണ് പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒബ്ജക്റ്റിന് ചലനം സംഭവിക്കുന്നില്ല. ആയതിനാൽ റിസൾട്ടൻ്റ് ഫോഴ്സ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും 2-3 ആവർത്തി ഇത് ടെക്സ്റ്റിൽ നോക്കി ഇത് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ കണ്ട് മനസ്സിലായില്ല എന്ന് പറയാതെ നിങ്ങൾ ഒരു 3-4-5 ആവർത്തി നിങ്ങൾ കേട്ട് നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത്. നോക്ക്, ഇൻ വിച്ച് ഓഫ് ദി സിറ്റുവേഷൻ ഈസ് ദ റിസൾട്ടൻ്റ് ഫോഴ്സ് 0? ഏതൊക്കെ സിറ്റുവേഷനിലാണ് റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആവുന്നത്? നിങ്ങൾക്ക് ആ ടേബിൾ കാണുമ്പോഴേ അറിയാം. ഏതൊക്കെയാണ്? 2ഉം
അതുപോലെ തന്നെ 6ഉമാണ് റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആവുന്നത്. വിച്ച് ആർ ദ സിറ്റുവേഷൻ വെയർ ദ റിസൾട്ടൻ്റ് ഫോഴ്സ് ഈസ് നോട്ട് 0? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് റിസൾട്ടൻ്റ് ഫോഴ്സ് നോട്ട് 0 ആവുന്നത്? ഏതൊക്കെയുണ്ട്? 1 ഉണ്ട്, അത് കഴിഞ്ഞ് 3 ഉണ്ട്, 4 ഉണ്ട്, അതുപോലെ തന്നെ 5 ഉണ്ട് അല്ലേ? ഈ സിറ്റുവേഷനിൽ റിസൾട്ടൻ്റ് ഫോഴ്സ് 0 അല്ല. വിച്ച് ആർ ദ സിറ്റുവേഷൻ വെയർ ദർ ഈസ് നോ മോഷൻ? ഏതൊക്കെ സിറ്റുവേഷനാണ് മോഷൻ ഇല്ലാത്തത്? റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആയ സിറ്റുവേഷനിൽ മോഷൻ ഇല്ല. കാരണം ഞാൻ പറഞ്ഞു തന്നു, മോഷൻ ഇല്ലാത്താവാൻ കാരണം എന്താണ്? അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും പ്രയോഗിക്കുന്ന ബലം, അതായത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും പ്രയോഗിക്കുന്ന ബലം ഈക്വൽ ആണ്. അങ്ങനെയുള്ള ഈക്വൽ ബലം, അതായത് ഈക്വൽ ന്യൂട്ടൺ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ ഒബ്ജക്റ്റിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? ഇല്ല, ചലനം സംഭവിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ ചലനം സംഭവിക്കില്ല. അപ്പോൾ റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആവും. പിടികിട്ടിയല്ലോ? ഇനി ഇവിടെ ഒരു ബോക്സിൽ കിടക്കുന്ന നോക്കുക. ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി ആർ സെഡ് ടു ബി ബാലൻസ്ഡ് ഫോഴ്സ്. ഒരു ബോഡിയിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഈക്വൽ ഫോഴ്സ്, അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും പ്രയോഗിക്കുന്നത് ഈക്വൽ ഫോഴ്സ് ആണെങ്കിൽ, ഇഫ് ദ റിസൾട്ടൻ്റ് ഫോഴ്സ് ഈസ് 0, റിസൾട്ടൻ്റ് ഫോഴ്സ് എന്തുമായിരിക്കും? 0 ആയിരിക്കും. കാരണം ഇപ്പുറത്തും 200 ന്യൂട്ടൺ ആണ്, അപ്പുറത്തും 200 ന്യൂട്ടൺ ആണെങ്കിൽ ഇപ്പുറത്തുള്ളത് പ്ലസ്സോ അപ്പുറത്തുള്ളത് മൈനസോ ആയിരിക്കും. അപ്പോൾ അത് ക്യാൻസലായി പോകുമ്പോൾ റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആയിരിക്കും. കാരണം അതിൻ്റെ സമ്മാണ് റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. സച്ച് ഫോഴ്സസ് ക്യാൻ നെയ്തർ മൂവ് ആൻ ഒബ്ജക്റ്റ്. അങ്ങനെയുള്ള ഫോഴ്സിന് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ സാധ്യമല്ല. അറിയാമല്ലോ അത്. അറ്റ് റെസ്റ്റ്, മൂവ് ആൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്, റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ സാധ്യമല്ല. ഓർ ചേഞ്ച് ദ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓർ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ മോഷനിലിരിക്കുന്ന ഒരെണ്ണത്തിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാനോ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനോ റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാനോ ഒന്നും ഇങ്ങനെയുള്ള ബാലൻസ്ഡ് ഫോഴ്സിന് സാധിക്കുകയില്ല. പിടികിട്ടിയല്ലോ? ഇതാണ് ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞു വരുന്ന കാര്യം. നോക്ക്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ഇൻ ദ ടങ് ഓഫ് വാർ ഷോൺ ഇൻ ദ ഫിഗർ 3.1 നമ്മളൊരു വടംവലി കണ്ടു. ഈസ് ദ റിസൾട്ടൻ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഇൻ ദ റോപ്പ് ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ്? ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ? അതിനകത്തുള്ളത് അൺബാലൻസ്ഡ് ഫോഴ്സ് ആണല്ലേ. ബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ അന്നേരം തൊട്ടേ ഞാൻ പറയുന്ന കാര്യമാണ്, ബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ ആ റോപ്പിന് ഒരു ചലനവും സംഭവിക്കാൻ പറ്റത്തില്ല, ആ റിബൺ നടുക്ക് തന്നെ ഇരിക്കും. പക്ഷേ ഇത് അൺബാലൻസ്ഡ് ഫോഴ്സ് ആയതുകൊണ്ട് മാത്രമാണ് ഇത് ആരുടെ സൈഡിലോട്ട് പോയത്? F1ൻ്റെ സൈഡിലോട്ട് ആ റോപ്പ് അല്ലെങ്കിൽ ആ റോപ്പ് നീങ്ങിയത്, അവർ കൂടുതൽ ഫോഴ്സ് പ്രയോഗിച്ചപ്പോൾ. പിടികിട്ടിയല്ലോ? ഇനി നെക്സ്റ്റ് നോക്കണേ. ഫിക്സ് എ പുള്ളി ഈച്ച് അറ്റ് ദ ബോത്ത് എൻഡ്സ് ഓഫ് എ വുഡൻ പ്ലാങ്ക് ഓഫ് ലെങ്ത് എബൌട്ട് 1.2 meter ആൻഡ് ബ്രെഡ്ത്ത് 10 centimeter. കീപ്പ് ദിസ് പ്ലാങ്ക് ഓൺ എ ടേബിൾ. പ്ലേസ് എ ടോയ് കാർ ഇൻ ദ മിഡിൽ ഓഫ് ദ പ്ലാങ്ക് ആസ് ഷോൺ ഇൻ ദ ഫിഗർ 3.3. ഹാങ് പാൻസ് ഓഫ് equal mass on the string attached to the two ends of the toy car. Place 200 gram weight each in both the pans. വേറൊന്നുമല്ല, അതിൻ്റെ മലയാളം പറഞ്ഞു തരാം. ഏകദേശം 1.2 meter നീളവും 10 centimeter വീതിയുമുള്ള ഒരു പലകയുടെ 2 അഗ്രങ്ങളിലും ഓരോ കപ്പി ഉറപ്പിക്കുക. അപ്പോൾ പലകയ്ക്ക് 1.2 meter നീളവും 10 centimeter വീതിയുമാണ് വരേണ്ടത്. ഇപ്പം നിങ്ങൾ ഇവിടെ ഒരു ഡൗട്ട് ചോദിക്കരുത്. അപ്പോൾ നീളം എന്ന് പറയുന്നത് 1.2 അല്ലേ, 10 എന്ന് പറയുന്നത് കൂടുതലല്ലേ, എന്നിട്ട് മീറ്ററും സെൻറ്റിമീറ്ററുമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നീളം എന്ന് പറഞ്ഞാൽ 1.2 മീറ്ററും വീതി എന്ന് പറയുന്നത് 10 centimeterമാണ്. അങ്ങനെയുള്ള പലകയിലെ 2 അഗ്രഭാഗങ്ങളും ഓരോ കപ്പി ഉറപ്പിക്കുക. ഇതിൽ കണ്ടേക്കുന്നതുപോലെ ഈ പലക മേശപ്പുറത്ത് വയ്ക്കുക. പലകയുടെ മധ്യഭാഗത്തായി ഒരു ടോയ് കാർ വയ്ക്കുക. അതിൻ്റെ 2 അഗ്രങ്ങളിലായി ബന്ധിച്ചിരിക്കുന്ന ചരടുകളിൽ 2 അഗ്രം എന്ന് വെച്ചാൽ 2 അറ്റത്തും ഒരേ മാസമുള്ള പാനുകൾ തൂക്കിയിടുക. തൂക്കിയിട്ടേക്കുന്നുണ്ടല്ലോ. 2 പാനിലും 200 gram തൂക്കക്കട്ടി വീതം വയ്ക്കുക. പിടികിട്ടിയല്ലോ? അതിനെ സംബന്ധിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസുകളുണ്ട്. ഡസ് ദ ടോയ് കാർ മൂവ്? ആ ടോയ് കാർ മൂവ് ചെയ്യുമോ? നിങ്ങൾ ടെക്സ്റ്റ് നോക്കി തന്നെ ആൻസർ ചെയ്യണം. മൂവ് ചെയ്യില്ല. കാരണം നിങ്ങൾ നോക്ക്, ആ തൂക്കക്കട്ടയുടെ വെയിറ്റ് എത്രയാണ്? അപ്പുറവും ഇപ്പുറവും ഇടത്തും വലത്തും 200 gram ആണ്. 200 gram ആകുമ്പോഴത്തേക്ക് അതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്തായി മാറും? 0 ആയി മാറും. റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ അത് മൂവ് ചെയ്യുമോ? ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമോ? ഇല്ല.
പിടികിട്ടിയാൽ അത് ബാലൻസ്ഡ് ഫോഴ്സാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റിന് മാറ്റമൊന്നും സംഭവിക്കില്ല. ദീസ് ഫോഴ്സസ് ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ്? ഇപ്പം ഞാൻ ആൻസർ പറഞ്ഞു. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ബാലൻസ്ഡ് ഫോഴ്സാണ്. അപ്പുറവും ഇപ്പുറവും ഈക്വൽ ഫോഴ്സാണ്. അതുകൊണ്ട് തന്നെ അത് ബാലൻസ്ഡ് ഫോഴ്സാണ്. ആഡ് 50 gram മോർ ടു എനി ഓഫ് ദി പാൻസ്. ഏതെങ്കിലും ഒരു പാനിൽ 50 gram കൂട്ടിക്കൊടുക്കുക. വാട്ട് ഡു യു ഒബ്സർവ്? നിങ്ങൾ എന്തായിരിക്കും ഒബ്സർവ് ചെയ്യുന്നത്? കാർ മൂവ്സ് അല്ലേ? കാർ മൂവ് ചെയ്യുന്ന കാണാം. എങ്ങോട്ടാണ്? ഏത് ഭാഗത്താണോ നമ്മൾ 50 gram കൂട്ടിക്കൊടുത്തത് ആ ഭാഗത്തോട്ട്, അത് ലെഫ്റ്റിലോട്ടാണെങ്കിൽ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും, റൈറ്റിലാണ് കൂട്ടിക്കൊടുത്തത് അവിടോട്ട് മൂവ് ചെയ്യണം. ആ ഭാഗത്താണ് റിസൾട്ടൻ്റ് ഫോഴ്സ് വരുന്നത്. അപ്പോൾ ആ ഭാഗത്തോട്ടത് മൂവ് ചെയ്യും. ഇനി ആർ ദ ഫോഴ്സസ് ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ് ഇൻ ദിസ് കേസ്? ആ കേസിൽ ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും. കാരണം ടോയ് കാർ മൂവ് ചെയ്തു, അതുകൊണ്ട് തന്നെ അത് എങ്ങനെയുള്ള ഫോഴ്സ് ആയിരിക്കും? അൺബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കും അല്ലേ? ഇതൊക്കെ ചിന്തിച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കണം. വെൻ ദ ടോയ് കാർ ഈസ് മൂവ് ചെയ്യുമ്പോൾ ഇഫ് 50 gram മോർ ഈസ് ആഡഡ് ടു ദ പാൻ ഇൻ ദി ഡയറക്ഷൻ ഇൻ വിച്ച് ദ കാർ മൂവ്സ്. കാർ മൂവ് ചെയ്യുന്ന ഭാഗത്തോട്ട് തന്നെ 50 gram കൂട്ടി കൊടുക്കണം. വാട്ട് ചേഞ്ചസ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ദ മോഷൻ ഓഫ് ദി കാർ? നിങ്ങൾക്ക് ആ കാറിൻ്റെ മോഷനിൽ എന്താണ് കാണാൻ സാധിക്കുന്നത്? സ്പീഡ് ഇൻക്രീസ് ചെയ്യും അല്ലേ? നേരത്തെ നമ്മൾ 50 gram കൂട്ടിക്കൊടുത്ത ഭാഗത്തോട്ട് തന്നെ നമ്മൾ പിന്നെയും ഒരു 50 gram കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്തോട്ടല്ലേ കാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെയും നമ്മളൊരു 50 gram കൂട്ടിക്കൊടുത്താൽ ആ ഭാഗത്തോട്ട് നല്ല സ്പീഡിൽ കാർ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ്, വെൻ ദ കാർ ഈസ് മൂവിങ് എ മാസ് ഓഫ് 200 gram more is added to the pan attached to the string in the opposite direction of the motion of the car. What is the changes observed? കാർ ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കാറിൻ്റെ വിപരീത ദിശയിലുള്ള പാനിൽ 200 gram കൂട്ടിയിട്ടാൽ എന്ത് നിരീക്ഷിക്കാം? നോക്കൂ, ഈ പിക്ചറിൽ കാർ ഇപ്പോൾ എങ്ങോട്ടായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഈ ഭാഗത്തോട്ടായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം അവിടാണ് വെയിറ്റ് കൂടുതൽ. പക്ഷേ അപ്പം അങ്ങോട്ട് പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിൽ 200 gram കൂട്ടി കൊടുക്കുക. അപ്പോൾ കാറിൻ്റെ ചലനത്തിന് എന്തായിരിക്കും സംഭവിക്കുന്നത്? അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? മൊത്തം 200ഉം 50 gram ആകുമ്പോഴത്തേക്ക് എത്ര ആവും? 300 gram ആണ്. ഇവിടെ 200 അവിടെ 200 കൂട്ടി കൊടുക്കുമ്പോൾ 400 gram ആയിരിക്കും. അപ്പോൾ ആ ഭാഗത്തായിരിക്കും റിസൾട്ടൻ്റ് ഫോഴ്സ് വരുന്നതും ആ ഭാഗത്തോട്ട് കാർ ചലിക്കാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ആൻസർ എഴുതും? കാർ മൂവ്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആർ ദി ഫോഴ്സസ് ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ് ഇൻ ദി എബോവ് സിറ്റുവേഷൻ? ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ? കാർ മൂവ് ചെയ്തു, 200 കൂടെ കൂട്ടി കൊടുത്തപ്പോൾ 200 എത്രയാണ്? 400 ആയി. അപ്പോൾ കാർ മൂവ് ചെയ്തു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? അൺബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കും അല്ലേ? നോക്ക്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദീസ് ആക്ടിവിറ്റീസ്? നമ്മൾ ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്തു. കൂട്ടിക്കൊടുത്തു, 200 കൂട്ടിക്കൊടുത്തു, അപ്പുറത്ത് 50 gram കൂട്ടിക്കൊടുത്തു. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റീസിൽ നിന്നെല്ലാം നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഒബ്ജക്റ്റ് മൂവ് ടുവേർഡ്സ് ദി ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് ഫോഴ്സ് ഓർ എഫക്റ്റീവ് ഫോഴ്സ് അല്ലേ? എഫക്റ്റീവ് ഫോഴ്സോ കൂടുന്നത് അല്ലെങ്കിൽ എഫക്റ്റീവ് ഫോഴ്സ് എവിടെയാണോ ആ ഭാഗത്തോട്ട് കാറിനായാലും ഒബ്ജക്റ്റിന് ചലനം സംഭവിക്കുന്നു എന്ന് മനസ്സിലായി. ഡസ് ദ ബോഡി മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് ഫോഴ്സ് അല്ലേ? ഇപ്പം നമ്മൾ പറഞ്ഞത് തന്നെ, മൂവ്സ് ബോഡി റിസൾട്ടൻ്റ് ഫോഴ്സ് എൻ്റെ ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. വെൻ ഡസ് ദ സ്പീഡ് ഓഫ് ദി കാർ ഇൻക്രീസസ്? വെൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻ്റ് ഫോഴ്സ് ഇൻക്രീസസ് ഡിക്രീസസ്? എപ്പോഴാണ് കാറിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത്? അതായത് റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, കൂടുമ്പോഴാണോ കുറയുമ്പോഴാണോ? കൂടുമ്പോൾ അല്ലേ? നമ്മൾ 300ഉം അത് കണക്ക് 50 gram അല്ല, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, അതിൻ്റെ അളവാണ്. ഞാൻ എപ്പോഴും അത് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ കൂട്ടി കൊടുക്കുകയാണല്ലേ, അതാണ് ഇൻക്രീസ് ചെയ്തത്, മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്തത്. കൂട്ടി കൊടുക്കുമ്പോഴാണ് ആ ഭാഗത്തോട്ട് നല്ല സ്പീഡിൽ കാറ് പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചതല്ലേ? അപ്പം വെൻ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻ്റ് ഫോഴ്സ് ഇൻക്രീസസ്. വാസ് ദ ഫോഴ്സസ് ദാറ്റ് മൂവ്ഡ് ദ കാർ അപ്ലൈഡ് ഫ്രം ഇൻസൈഡ് ദ കാർ ഓർ ഫ്രം ഔട്ട്സൈഡ്? അതായത് നമ്മൾ ഈ കാറ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. നമ്മളിപ്പോൾ ഇത് കൂട്ടി കൊടുത്തത് ഒരു ഫോഴ്സാണ്, അത് അപ്ലൈ ചെയ്തു. അത് അകത്തു നിന്നാണോ, ഇൻസൈഡിൽ നിന്നാണോ, ഔട്ട്സൈഡിൽ നിന്നാണോ നമ്മൾ അപ്ലൈ ചെയ്തത്?
ഔട്ട്സൈഡ് അല്ലേ, ഔട്ട്സൈഡിൽ നിന്നല്ലേ അപ്ലൈ ചെയ്ത്, കാരണം അകത്താണ് നമ്മൾ കൂട്ടി കൊടുത്തത്. അല്ല, ഔട്ട്സൈഡ്. ഞാനത് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺബാലൻസ്ഡ് ഫോഴ്സ് എങ്ങനെയുള്ള അൺബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കണം? എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സിന് മാത്രമേ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞ പാർട്ട് സ്കിപ്പ് ചെയ്ത കുട്ടികളാണെങ്കിൽ ഒന്നുകൂടെ പോയി ആ ഇൻട്രൊഡക്ഷൻ പാർട്ട് കാണണം. അതിനകത്ത് ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉള്ളൊരു അൺബാലൻസ്ഡ് ഫോഴ്സിന് അതിനെപ്പറ്റിയൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. ആൺ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഏതർ ചേഞ്ച് ഓർ ടെൻസ് ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, സ്റ്റേറ്റ് ഓഫ് മോഷൻ, ഡയറക്ഷൻ ഓർ സ്പീഡ് ഓഫ് മോഷൻ. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ ചലിപ്പിക്കണമെങ്കിലോ അതിൻ്റെ ഡയറക്ഷൻ മാറ്റണമെങ്കിലോ അല്ലെങ്കിൽ സ്പീഡ് മാറ്റണമെങ്കിലോ അതിനെ ചേഞ്ച് ചെയ്യിക്കണമെങ്കിലോ ഒന്നുകിൽ അതിനെ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യിക്കും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ മാറ്റണമെങ്കിലോ ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദിസ് ചേഞ്ച് വിൽ ബി ഇൻ ദി ഡയറക്ഷൻ ഓഫ് അൺബാലൻസ്ഡ് ഫോഴ്സ്. അല്ലേ, എവിടാണോ അൺബാലൻസ്ഡ് ആയിട്ട് ഫോഴ്സ് വരുന്നത്, അല്ലെങ്കിൽ എവിടാണോ നമ്മൾ 200 ബാലൻസ് ചെയ്ത് നിന്നപ്പോൾ അത് ബാലൻസായി, പക്ഷേ 50 ഗ്രാം കൂട്ടി കൊടുത്തപ്പോൾ അവിടെയാണ് അൺബാലൻസ് വന്നത്. അപ്പോൾ ആ ഒരു ഡയറക്ഷനിലോട്ടായിരിക്കും അത് ചേഞ്ച് ആവുന്നത്. നോക്കൂ, ഒരു ഫിഗർ ഒബ്സർവ് ചെയ്യൂ. ക്യാൻ ദ വെഹിക്കിൾ മൂവ് ഇഫ് പുഷ്ഡ് ഫ്രം ഇൻസൈഡിൽ നിന്ന് പുഷ് ചെയ്താൽ നീങ്ങുമോ? ഇല്ല. ഈസൻറ്റ് ഇറ്റ് ദ ഇൻറ്റേർണൽ ഫോഴ്സ്? ഇതൊരു ഇൻറ്റേർണൽ ഫോഴ്സ് അല്ലയോ? അതെ. അതുകൊണ്ട് തന്നെ ഓൾ ഇൻറ്റേർണൽ ഫോഴ്സസ് ആർ ഡാഷ് ബാലൻസ്ഡ് ഫോഴ്സ്. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തില്ലെങ്കിൽ അത് ബാലൻസ്ഡ് ഫോഴ്സാണ്. അത് തന്നെയാണ് ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞു വരുന്നത്. അപ്പം വണ്ടിയുടെ അകത്ത് കയറിയിരുന്നത് ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു ഫോഴ്സ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് വണ്ടിയായാലും ഒരു ഒബ്ജക്റ്റിനെയും ചലിപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ അത് എന്ത് ഫോഴ്സാണ്? ബാലൻസ്ഡ് ഫോഴ്സാണ്. അതുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആൻഡ് ഇൻറ്റേർണൽ ഫോഴ്സ് ആർ ബാലൻസ്ഡ് ഫോഴ്സ്. എല്ലാ ഇൻറ്റേർണൽ ഫോഴ്സും ബാലൻസ്ഡ് ഫോഴ്സാണ്. ഹെൻസ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് എ ബോഡി ഡസ് നോട്ട് ചേഞ്ച് ആൻഡ് അപ്ലൈയിങ് ആൻ ഇൻറ്റേർണൽ ഫോഴ്സ്. ഒരു ഇൻറ്റേർണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുന്നില്ല. ഇവിടെ ഫോഴ്സിനെ പറ്റിയിട്ടൊരു ഫ്ലോ ചാർട്ടുണ്ട്. ഫോഴ്സ് എങ്ങനെയുണ്ട്? എക്സ്റ്റേണൽ ഫോഴ്സും ഉണ്ട്, ഇൻറ്റേർണൽ ഫോഴ്സും ഉണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് തന്നെ ബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സും ഉണ്ട്, അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സും ഉണ്ട്. അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന് ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. അപ്പോൾ ആ റെസ്റ്റിലിരിക്കുന്നതിനെയോ അല്ലെങ്കിൽ മോഷനായിരിക്കുന്നതിനെയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിനോ ഡസൻറ്റ് ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. ബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന് ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്താൻ സാധിക്കില്ല ഒരു ഒബ്ജക്റ്റിൻ്റെ. ഇനി ഫോഴ്സ് 2 തരമാണല്ലോ, എക്സ്റ്റേണൽ, ഇനി ഇൻറ്റേർണൽ ഫോഴ്സ്. ഇൻറ്റേർണൽ ഫോഴ്സിൽ ബാലൻസ്ഡ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അതിനിപ്പോൾ നമ്മൾ പഠിച്ചു, ഡസൻറ്റ് ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. അതിന് ഒരു ഒബ്ജക്റ്റിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താൻ സാധിക്കുകയില്ല. അപ്പം ഫിസിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാനിവിടെ കൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കൂട്ടുകാർക്ക്. താങ്ക് യു സോ മച്ച്.